ഒന്നിനും തെളിവ് പറഞ്ഞിട്ടില്ല എന്നുള്ളതൊരു രസകരമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്‌രിബിലാണ്, ഓരോന്നും ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാ, ഇനി തെളിവുകൾ പറയുമ്പോൾ അതിനെ പറ്റിയിട്ട് കണ്ണനുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ആരംഭിച്ചത് എപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിലാണെന്ന് അദ്ദേഹം അംഗീകരിച്ചു. ഇനി മഗ്‌രിബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തെളിവ് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കേൾക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടാരത്തിലേക്ക് പ്രവേശിച്ചത് ഫജ്റിനാണെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു ചോദിക്കുന്നത് എന്താ വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ശരിക്കും കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഅ്തികാഫിന് വേണ്ടി ഞങ്ങൾ കൂടാരം ഒരുക്കും. എന്നിട്ട് ആ കൂടാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹ് നമസ്കാരാനന്തരം പ്രവേശിക്കും. ഇനി പറയേണ്ടത് എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലേന്ന് അല്ലെങ്കിൽ മഗ്‌രിബിലിരുന്നു, എന്നിട്ട് പിറ്റേ ദിവസം സുബ്ഹിന്റെ ശേഷം കൂടാരത്തിലേക്ക് പ്രവേശിക്കുന്നതായിരുന്നു നബിയുടെ ചര്യ എന്ന് പറഞ്ഞാൽ എന്തോ ഉള്ളൂ, മഗ്‌രിബിന് പ്രവേശിച്ചു, പിന്നെ കൂടാരത്തിലേക്ക് പ്രവേശിക്കുന്നത് മാത്രമാണെന്ത് പിറ്റേന്ന് ചെയ്തതെന്ന് പറയുള്ളൂ. അതിനിവിടെ തെളിവ് പറഞ്ഞിട്ടില്ല. ഒന്ന്. രണ്ടാമത്തത് ലൈലത്തുൻ നഹ്ർ എന്ന് പറഞ്ഞു. അത് എവിടെ ഹദീസ് എവിടെയാണെന്ന് വെച്ചാൽ അത് പറയാം. പിന്നെ ലൈലത്ത് എന്ന് പറഞ്ഞാൽ രാത്രിയല്ല, അത് ദിവസമാണ്. അതിനാവശ്യമുണ്ടെങ്കിൽ തെളിവുകൾ നമുക്കിവിടെ ഉദ്ധരിക്കാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാസം എന്ന് പറയുന്നത് 29 ലൈലത്തൻ. മാസം എന്ന് പറഞ്ഞ നബി പറഞ്ഞു ഈ മാസം 29 ദിവസമാണെന്ന, രാത്രിയാണെന്ന് അവിടെ അർത്ഥം പറയാൻ പറ്റൂല. ഇനി അതിന് എമ്പാട് തെളിവുകളുണ്ട്. ലൈലത്ത് എന്നുള്ളതിന് ലൈലത്തുൽ മുതൈറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴയുള്ള ഒരു ദിവസം നബി ളുഹറും അസറും എന്ത് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമ്മാക്കി എന്ന് പറയുന്ന പ്രയോഗങ്ങളുണ്ട്. അപ്പൊ അത് ലൈലത്ത് എന്നത് രാത്രിയാണോ അല്ലെങ്കിൽ ഒരു ദിവസത്തിന് മൊത്തത്തിലാണോ എന്നുള്ളൊരു ദീർഘമായ ചർച്ച ഉണ്ട്. ആവശ്യമുണ്ടെങ്കിൽ അത് പറയാം. അതേ പ്രയോഗം തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയം പറഞ്ഞപ്പോൾ ലൈലത്തു സുലാസ എന്നുള്ളൊരു പ്രയോഗമാണ് അവിടെ നടത്തിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്ന് മറമാടി ചരിത്രകാരന്മാർക്കിടയിൽ തർക്കമുള്ള കാര്യമാണ്. ഇവിടെ ഒരു ഭൂരിപക്ഷ ആളുകൾ പറയുന്നത് തിങ്കളാഴ്ച മരിക്കുകയും എന്നിട്ട് അവിടെയുള്ള അധികാര തർക്കങ്ങളൊക്കെ തിരിഞ്ഞിട്ട് പിന്നുള്ള അതെല്ലാം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മറമാടുന്നത്. പിന്നെ ചില ആളുകൾ പറഞ്ഞു തിങ്കളാഴ്ച മരിക്കുകയും ചൊവ്വാഴ്ച മറമാടുകയും ചെയ്തു. ആ പ്രയോഗങ്ങൾ കൃത്യമായി പറയുമ്പോൾ അവിടെയുള്ളത് ലൈലത്ത് എന്ന് പറഞ്ഞ പ്രയോഗമാണ്, രാത്രി എന്നതിന് അർത്ഥമില്ല. അത് എപ്പോ പ്രയോഗിക്കും? യൗമ് എന്ന പദം ഒരു ദിവസത്തിന് മൊത്തത്തിൽ പറയുന്നത് പോലെ അതേ സമയത്ത് എന്ത് പറയും? യൗമം വലൈല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നിസ്കാരത്തെ പറ്റി പറയുമ്പോൾ യൗമം വലൈല, നിങ്ങൾ എന്ത് ചെയ്യുക, പകലിലും രാത്രിയിലുമായിക്കൊണ്ട് 5 നമസ്കാരം നിങ്ങൾ പൂർത്തിയാക്കാന്ന് പറഞ്ഞു. അവിടെ ലൈലത്ത് എന്ന് പറഞ്ഞ പ്രയോഗം നടത്തി. അപ്പൊ പകല് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ലൈലത്തിന് രാത്രി എന്നർത്ഥം കിട്ടും. അതല്ലാതെ ലൈലത്ത് എന്ന പദത്തിന് എപ്പോഴും രാത്രി എന്ന് മാത്രമല്ല അർത്ഥം. ഏതുപോലെ യൗമ് എന്നതിന് ദിവസമെന്നും പകല് എന്നും അർത്ഥമുള്ളതുപോലെ ആവശ്യമുണ്ടെങ്കിൽ ആ വിഷയത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. പിന്നെ 6 ദിവസവും 6 പകലൊക്കെ ഇജ്മാ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ പണ്ഡിതന്മാരെന്നെ എഴുതി ഇജ്മാ എന്നതൊരു പ്രമാണമല്ല, ഒരു വിഷയത്തിലും ഇജ്മാ ഉണ്ടായിട്ടില്ല എന്ന് ഈ അടുത്ത കാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ലേഖനങ്ങൾ തന്നെ ഞാൻ ഉദ്ധരിക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് അത് 6 പകലും 6 രാത്രിയെന്നോ അല്ലെങ്കിൽ 5 പകലും 5 രാത്രിയെന്നോ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്, ഖുർആനും സുന്നത്ത് പ്രമാണം എന്ന് പറയുമ്പോൾ ഖുർആനും സുന്നത്തിൽ നിന്ന് തന്നെ എന്ത് ചെയ്യണം, തെളിവുകൾ ഉദ്ധരിക്കണം. അങ്ങനെ തെളിവുകൾ ഉണ്ടെങ്കിൽ ഒന്നും പ്രശ്നമില്ല. നമുക്കത് മഗ്‌രിബിനായിക്കൊള്ളുന്നോ അല്ലെങ്കിൽ ഫജ്റിനായിക്കൊള്ളുന്നോ ഒന്നും നിർബന്ധമൊന്നുമില്ല. അത് എപ്പോഴാണോ പ്രമാണങ്ങളിലുള്ളത് അപ്പോൾ അത് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞുള്ളൂ. പ്രമാണങ്ങളിലുള്ളത് ഫജ്റിന് മുതലാണ് എന്നത് പറഞ്ഞു. പിന്നെ പറഞ്ഞു കാണണോ വേണ്ടതുള്ളത് പിന്നെ ചർച്ച ചെയ്യാം. സഹോദരന്മാർ, അത് മാത്രമാണ് ഇവിടുത്തെ മർമ്മപ്രധാനമായ വിഷയം. അതെന്തുകൊണ്ട് മാറ്റി? ഇവിടെ കാണണം എന്ന് പറയുന്നത് കൊണ്ടാണ് കലണ്ടർ ഉണ്ടാക്കാൻ പറ്റാത്തത്. കാണണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതൊരു മാനദണ്ഡം വെച്ചാലും ആ മാനദണ്ഡ പ്രകാരമെങ്കിലും നമുക്ക് കലണ്ടർ ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ ഹിജ്റ കമ്മിറ്റിയുടെ കലണ്ടറിൽ അപാകതയുണ്ടെന്ന് പറയുന്ന ആളുകൾ അവരിറക്കുന്ന കലണ്ടറുകൾ എന്തുണ്ട്? അതിനെ ഞാൻ അവിടെ ഉദ്ധരിച്ചത്, ന്യൂ മൂണിന്റെ ദിവസം ഒരിക്കലും എന്തുണ്ടാവില്ല, ചന്ദ്രൻ ഉണ്ടാവില്ല, അത് വിസിബിൾ ആവില്ല എന്നാണ് ഞാൻ പറയട്ടത്. അലി സുല്ലൈമാൻ സ്വലാമിന്റെ കലണ്ടറാണ്. ആഗസ്റ്റ് 29 അത് ന്യൂ മൂണിന്റെ ദിവസമാണ്. അവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആഗസ്റ്റ് 29 സൂര്യൻ അസ്തമിച്ച് തിരുവനന്തപുരത്ത് 6 മിനിറ്റിന് ചന്ദ്രൻ അസ്തമിക്കുന്നു. കൊച്ചിയിൽ 6 മിനിറ്റ്, കോഴിക്കോട് 5, കാസർഗോഡ് 4. ഇനി ഇതിന് ഏതാണ്ട് തെളിവ് അന്വേഷിക്കേണ്ട. ഇപ്രാവശ്യത്തെ സൗദി അറേബ്യയുടെ പെരുന്നാളെന്നാ? ന്യൂ മൂണിന്റെ പിറ്റേന്ന്. ന്യൂ മൂണിന്റെ ദിവസം മാസം കാണൽ അസാധ്യമാണെങ്കിൽ സൗദി അറേബ്യ എങ്ങനെ പെരുന്നാൾ ആഘോഷിച്ചു? പിറ്റേ ദിവസം. ഹിജ്റ കമ്മിറ്റിയുടെ പെരുന്നാളും സൗദി അറേബ്യയുടെ പെരുന്നാളും ചൊവ്വാഴ്ചയായിരുന്നു. നമ്മുടെ ചക്രവാളത്തിലും അതേ ദിവസം 6 മിനിറ്റോളം ചന്ദ്രനുണ്ട്.
അപ്പൊ കാണൽ മാനദണ്ഡമല്ലെങ്കിൽ അത് പ്രഖ്യാപിച്ച പ്രശ്നം തീർന്നു. പിന്നെ അതിന്റെ അടുത്ത വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. ശാസ്ത്രീയമായി അതിനെ അംഗീകരിക്കാൻ പറ്റുമല്ലേ, നമുക്ക് ചർച്ച ചെയ്യാം, സമയക്കുറവ്. പിന്നെ മാസം കണ്ടാലുള്ള പ്രാർത്ഥന, അതിൽ ദഈഫുണ്ട്, അതിൽ ഏതാണ് സഹീഹ് എന്ന് ഉദ്ധരിച്ചാൽ നമുക്ക് ആ വിഷയം ചർച്ച ചെയ്യാം. ഇനിയിപ്പോ എന്താ, മാസം കണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് തുടങ്ങിയത്, നബിയുടെ നോമ്പ് തുടങ്ങിയത് എന്നുള്ളതിന് തെളിവുണ്ടെങ്കിലാ പറയേണ്ടത്. ഇപ്പൊ നമുക്കൊക്കെ എന്ത് ചെയ്യാലോ, എല്ലാവർക്കും പിന്നെ ചന്ദ്രനെ കാണും, നോമ്പ് വെച്ച് കഴിഞ്ഞാൽ അന്ന് മഗ്‌രിബിൽ ചന്ദ്രൻ ഉണ്ടെങ്കിൽ കാണും. അതിനെ കാണാൻ പറ്റുന്ന സ്ഥലത്താണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കുക, ആർക്കും അവിടെ തർക്കമുള്ളത്. പക്ഷെ അത് ആർക്ക് പറ്റൂല, ഈ മാസം ഉറപ്പിക്കുന്ന ആൾക്കാർക്ക് പറ്റൂല, കാരണം അവരത് കാണാൻ പോകാറില്ല. മറിച്ച് അവർ കണ്ടാൽ അറിയിക്കാൻ അനൗൺസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അവർക്കല്ലാതെ മറ്റുള്ള എല്ലാ ആളുകൾക്കും അത് കഴിയും. പിന്നെ ഞാൻ മുഹാക്കിനെ പറ്റി പറഞ്ഞു, 3 ദിവസമാണെന്ന് പറഞ്ഞു. ന്യൂ മൂൺ 3 ദിവസമാണോ അല്ലെങ്കിൽ അമാവാസി 3 ദിവസമാണോ, അതോടെ വ്യക്തമാക്കണം. പിന്നെ ഹിലാൽ ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസ്, ഇതിനു മുമ്പും NV സക്കരിയ മൗലവി ഈ ഹദീസ് ഉദ്ധരിക്കുകയും ഞാൻ അദ്ദേഹത്തിന് ആ ഹദീസിലുള്ള ദഈഫത്ത് എന്താണെന്ന് പ്രിന്റ് എടുത്ത് അദ്ദേഹത്തിന് കോയമ്പത്തൂരിൽ വെച്ചുള്ള ചർച്ചയിൽ ഞാൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. പിന്നെ മാത്രമല്ല, ഹിലാൽ കാണാൻ പറഞ്ഞയച്ചു എന്ന് പറഞ്ഞാൽ പോലും തർക്കത്തിലുള്ള വിഷയം തീരൂല. കാരണം എന്താ, ഞാൻ നേരത്തെ ഉദ്ധരിച്ച പുസ്തകത്തിൽ എന്തുണ്ട്, മാസാവസാനത്തിലെ 3 ദിവസത്തിന് ഹിലാൽ എന്ന് പറയാ, അത് മഗ്‌രിബിന് ശേഷം കാണുന്നതല്ല, അത് ഫജ്റിനോടനുബന്ധിച്ച് കാണുന്നതാണ്. മാസാവസാനത്തിലെ ഹിലാൽ എപ്പോഴാണ് കാണാ, മഗ്‌രിബിന് ശേഷമല്ല, ഹിലാലാണ്. അപ്പൊ ഹിലാൽ എന്ന് പറഞ്ഞാൽ തന്നെ ഈ പ്രശ്നത്തിന് തർക്കത്തിന് വിഷയാവൂല. ഞാൻ ഹിലാലിന് 7 ദിവസം അല്ലെങ്കിൽ ഇത്ര ദിവസം ഉണ്ടെന്ന് പറഞ്ഞതിനെ ക്ലോസ് ചെയ്തിട്ടില്ല. ഇവിടെ ഹിലാൽ എന്ന് പറയുമ്പോൾ എല്ലാവരും ധാരണ എന്താ, മാസ ആരംഭത്തിലെ മഗ്‌രിബിന് ശേഷം ഉണ്ടാവുന്ന സാധനം മാത്രമാണെന്ന് ഇതുവരെ ധരിച്ച്. ഇപ്പോഴാണ് അത് 7 ദിവസം 3 ദിവസം അവസാനത്തെ ദിവസമൊക്കെ പറഞ്ഞത്. അപ്പൊ അവസാനത്തെ ദിവസം ഹിലാൽ ഉണ്ടെങ്കിൽ ആ ഹിലാലിനെ കണ്ടിട്ട് മാസം തുടങ്ങിയാൽ പോരെ, ആ വിഷയത്തെ വ്യക്തമാക്കണം. പിന്നെ ഉമർ ഖത്താബിന്റെ വിഷയം പറഞ്ഞു. പിന്നെ ജൂത കലണ്ടർ, ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി, ഈ ജൂത കലണ്ടർ വിഷയം നേരത്തെ ചർച്ചയിൽ വന്നതാ. ജൂത കലണ്ടറുകൾ എടുത്തു നോക്കൂ, 30, 29, 30, 29, 30, 29 ഇങ്ങനെ ജൂത കലണ്ടർ ഉണ്ടാവാ. ആ മാസങ്ങളുടെ പേര് മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. 30, 29, 30, 29 കലണ്ടറിൽ അങ്ങനെയാണ് ഹിജ്റ കമ്മിറ്റിയുടെ കലണ്ടറിൽ ഒന്നതല്ല. ഇനി ജൂതന്മാർക്ക് ദിവസം തുടങ്ങണ എവിടെയാണ്, ഇവിടെ പറഞ്ഞിട്ടില്ല, വിഷയം പറഞ്ഞിട്ടില്ല. അവിടെ ജൂതന്മാർക്ക് ദിവസം തുടങ്ങുന്നത് ഞാൻ പറഞ്ഞു മഗ്‌രിബിനാണെന്ന് പറഞ്ഞു, അത് അവരുടെ കലണ്ടറിലുണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാം. പിന്നെ ഇവിടെ തെളിവായി ഉദ്ധരിച്ചത് വിക്കിപീഡിയാണ്, വിക്കിപീഡിയ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. സൺസെറ്റ് ആണ്. അതുപോലെ തന്നെ ഞാൻ ബൈബിളിലെ ഉദ്ധരണി പറഞ്ഞു, ആ ഉദ്ധരണിയാണ് ജൂതന്മാർ ഉദ്ധരിക്കുന്നത് ഞാൻ പറഞ്ഞു. പിന്നെ ആ വിഷയത്തിന് എന്തായിട്ടില്ല, മറുപടി ഉണ്ടായിട്ടില്ല. പിന്നെ ജൂതന്മാർക്ക് ന്യൂ മൂൺ 1 ആണോ 2 ആണോ അല്ലെങ്കിൽ അവസാനത്തെ ദിവസമാണോ? ന്യൂ മൂൺ 1 ആണെങ്കിൽ നമുക്ക് ന്യൂ മൂൺ 1ാമത്തെ ദിവസമല്ല. അതാണ് വീണ്ടും ഞാൻ പറയുന്നത്, ന്യൂ മൂൺ കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസമാണ് ഹിജ്റ കമ്മിറ്റി ഒന്നായിട്ട് കൊണ്ടു നടക്കുന്നത് കലണ്ടറുകളിലുള്ളത്. ഇനി ഞാൻ പറഞ്ഞില്ല, ഇവിടെ കണ്ടല്ലേ, ന്യൂ മൂൺ ആണ് നമുക്ക് മാനദണ്ഡമെങ്കിൽ നിങ്ങളും പറഞ്ഞല്ലോ ന്യൂ മൂൺ ഉണ്ടാകുന്ന ദിവസം തന്നെ 6 മിനിറ്റ് ചന്ദ്രൻ ഉണ്ടെന്ന്. ഈ ചൊവ്വാഴ്ചന്റെ പെരുന്നാളിനെ പറ്റി നിങ്ങൾ അന്വേഷിച്ച് നോക്കി. ഇക്കഴിഞ്ഞ പെരുന്നാൾ ന്യൂ മൂൺ ഹിലാലുണ്ടോ? നിങ്ങളുടെ വാദപ്രകാരം കാണുന്നതും കാണാത്തതും ചർച്ച മാറ്റിയല്ലോ, നല്ലത് പോട്ടെ, ആ ചർച്ച പോട്ടെ. ഇനി കാണണ്ട, മഗ്‌രിബിന് ശേഷം ചക്രവാളത്തിൽ ഉണ്ടാകലാണ് മാനദണ്ഡമെങ്കിൽ ആ ഉണ്ടായ പല മാനദണ്ഡങ്ങൾ ഉള്ളപ്പോൾ കണ്ടില്ല എന്ന് പറഞ്ഞ് അന്ന് ജനങ്ങളെ കൊണ്ട് നോമ്പ് പിടിപ്പിച്ചതിനെ പറ്റി എന്ത് പറയാനുണ്ട്? അതിനുത്തരം പറയണ്ടേ? ഹറാമാണെന്ന് എല്ലാവരും പറഞ്ഞു. ഞാൻ പലരോട് ചോദിച്ചു, പെരുന്നാളിന്റെ ദിവസം നോമ്പ് വെക്കൽ ഹറാമാണ്, അത് എങ്ങനെ നമ്മൾ നടപ്പിലാക്കും? ഇപ്പൊ ഈ ചൊവ്വാഴ്ച പലരും പറഞ്ഞു, പല പണ്ഡിതന്മാർ വ്യക്തിപരമായി പറഞ്ഞു, ഞാനന്ന് നോമ്പ് വെച്ചിട്ടില്ല. ആലോചിക്കണം നിങ്ങൾ. അപ്പൊ ഈ പ്രാവശ്യത്തെ പെരുന്നാൾ കണ്ടുകൊണ്ട് തുടങ്ങാൻ പറ്റില്ല എന്നെങ്കിൽ സൗദിയുടെ പെരുന്നാൾ തെറ്റാണ്, മലേഷ്യയുടെ പെരുന്നാൾ തെറ്റാണ്. ഇനി ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഇതിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ തന്നെ ശ്രദ്ധിക്കാങ്ങളെ, ഈ പിന്നെ ദർശന റിപ്പോർട്ടുകളെ മാത്രം അവലംബിച്ച ചില സന്ദർഭങ്ങളിലെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് നമുക്കറിയാം എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താണ്, പിന്നെ കർമാനുഷ്ഠാനങ്ങളുടെ 677ാമത്തെ പേജിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അറഫ ദിവസം പോലും തെറ്റിയിട്ടുണ്ട് എന്നിവിടെ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ അറഫ ദിവസം പോലും ദർശനത്തെ അവലംബിച്ച തെറ്റുന്നുള്ള സമയം കുറവായതുകൊണ്ട്, കാരണം ഒരു ചോദ്യത്തിന് മറുപടി പറയണം, ഇല്ലെങ്കിൽ അത് പിന്നീട് പറയും. എന്താ, ആസ്ട്രോണമിക്കൽ ന്യൂമൂൺ ആണോ ക്രസന്റ് ന്യൂമൂൺ ആണോ ചർച്ചയിൽ എഴുതിയില്ലതാ. ഇവിടെ ചർച്ചയിൽ മധ്യസ്ഥനോട് ഉണ്ടല്ലോ, അദ്ദേഹത്തിനോട് അന്നത്തെ തന്നെ നമ്മൾ പറഞ്ഞു ആസ്ട്രോണമിക്കൽ ന്യൂമൂൺ ആണ് മാസത്തിന്റെ 1ാമത്തെ ദിവസം എന്നുള്ള വാദം നമുക്കില്ല. നമ്മൾ എന്താ പറഞ്ഞത്, ആസ്ട്രോണമിക്കൽ ന്യൂമൂൺ എന്ന് ഇവർ പറയുന്ന ദിവസം മാസത്തിന്റെ അവസാന ദിവസമാണ്. അത് തന്നെയാണ് എതിർപക്ഷം ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത്, അമാവാസി കഴിഞ്ഞ് പിറ്റേ ദിവസമാണെന്നുള്ളത്. അത് തന്നെയാണ് 29 അന്ന് അമാവാസിന്റെ ദിവസം 6 മിനിറ്റ് ചന്ദ്രൻ ഉണ്ട് എന്ന് പറഞ്ഞതും. അപ്പൊ ഇതെന്തല്ല, ഇത് തമ്മിൽ രണ്ടല്ല. പിന്നെ നബിയുടെ ഹജ്ജത്തുൽ വദാ, അതാണല്ലോ മർമ്മം.
ഞാൻ ചോദിക്കട്ടെ, ഇപ്രാവശ്യത്തെ സൗദിയുടെ കലണ്ടർ പ്രകാരം തന്നെ, സൗദി പെരുന്നാൾ ആഘോഷിച്ച പ്രകാരം തന്നെ എന്തുണ്ട്? ന്യൂ മൂൺ ദിവസം തന്നെ കണ്ടിട്ട് പിറ്റേ ദിവസം പെരുന്നാളാക്കിയല്ലോ. അപ്പൊ നബിയുടെ കാലത്തെ മാനദണ്ഡം ന്യൂ മൂൺ കഴിഞ്ഞ് പിറ്റേന്ന് മഗ്‌രിബിന്റെ മാസം കണ്ട് അതിന്റെ പിറ്റേന്ന് തുടങ്ങിയതായിരുന്നുവെങ്കിൽ ഇക്കൊല്ലത്തെ പെരുന്നാളിനെ പറ്റി എന്ത് പറയാനുണ്ട്? ഇക്കൊല്ലം ഇവിടെ തന്നെ 6 മിനിറ്റ് ചന്ദ്രനുള്ളതിനെ പറ്റി എന്ത് പറയാനുണ്ട്? ഇനി ഞാൻ പറഞ്ഞു, ഈ വിഷയത്തിൽ എന്തായോ നിങ്ങൾ ആ ഹദീസുകൾ മൊത്തം പരിശോധിച്ച് നോക്കൂ. ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണത്. എന്നാൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് പറഞ്ഞ വിഷയത്തിൽ എന്തുണ്ട്? നബി ജനിച്ചത് റബീഉൽ അവ്വൽ 12-നാണെന്ന് രേഖപ്പെടുത്തി. നമ്മൾ ആ കാലത്ത് കലണ്ടർ പരിശോധിച്ചാൽ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ഇല്ല. കാരണം അന്ന് 14ആണ് തിങ്കളുള്ളത്. നബി പറഞ്ഞു ഞാൻ ജനിച്ചത് തിങ്കളാണെന്ന്. അപ്പൊ പഴയ കലണ്ടറുകളിൽ പ്രശ്നങ്ങളുണ്ട്. ഇനി ഇതെന്നെ പരിശോധിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൽ എന്താ പറഞ്ഞത്? ലൈലത്തുൽ ജുമുഅയാണ്. ഈ ലൈലത്തുൽ ജുമുഅ എതിർപക്ഷത്തിന് എപ്പോഴാണ്? വെള്ളിയാഴ്ച ആണോ അതോ വ്യാഴാഴ്ച ആണോ? ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ചപ്പോ നബി എന്താ ചോദിച്ചത്? ഇതേതാ ദിവസം? എന്താ നബിക്ക് കിട്ടിയ മറുപടി? ഒരു ഹദീസ് കാണാം യൗമു ഹറാം എന്ന് കാണാം, ഒരു ഹദീസ് കാണാം യൗമുൻ നഹർ എന്ന് കാണാം. യൗമുൻ നഹർ എവിടാ? യൗമുൻ നഹർ മിനയിലാണ്. ഇനി ഇതിലുള്ള അബദ്ധം എന്താന്ന് പറഞ്ഞാൽ ഹദീസിലെ പ്രയോഗം യൗമു ജംഅ് എന്നാണ്. ഞാൻ ബുഖാരിയിൽ തന്നെ റിവായത്ത് കാണിച്ചു തരാം. യൗമു ജംഅ് എന്നാണ്. ആ യൗമുൽ ജംഅ് എന്ന പ്രയോഗം പരലോകത്തിനുണ്ട്. ഖുർആനിൽ തന്നെ കാണാം യൗമുൽ ജംഅ് എന്നുള്ള പ്രയോഗം. ഇത് പിന്നീട് തെറ്റിദ്ധരിച്ചതാവാം യൗമുൽ ജുമുഅന്ന്. അത് മാത്രമല്ല, ലൈലത്തുൽ ജുമുഅ എന്നുള്ള പരാമർശം എതിർഭാഗത്തെ സംബന്ധിച്ചിടത്തോളം വ്യാഴാഴ്ചയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ച പ്രസംഗങ്ങൾ എടുത്തു നോക്കൂ. അത് മിനയിലാണ് പ്രസംഗിച്ചത്, യൗമുൻ നഹറിലാണ്. എപ്പോഴാണ് നബിക്ക് അൽ യൗമുൽ അക്മൽതു എന്ന ആയത്ത് ഇറങ്ങുന്നത്? നബി അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്കുള്ള വഴിയിൽ, അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്കുള്ള വഴിയിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയത്ത് ഇറങ്ങുന്നത്. അപ്പൊ പിന്നെ തിരിച്ചു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പ്രസംഗിക്കുകയാണ് ചെയ്തത്. ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് വീണ്ടും വരികയാണ്. ഇതിലെന്തില്ല? ഒരു കലണ്ടർ ഇസ്ലാമിലുണ്ടോ? ആ കലണ്ടർ എങ്ങനെ ഉണ്ടാക്കണം? അതിനുള്ള മാനദണ്ഡം എന്താണ്? കലണ്ടർ ഉണ്ടാക്കാൻ പറ്റുമോ? ഈ പറയുന്ന മാനദണ്ഡ പ്രകാരം ഇപ്പൊ അൽഹംദുലില്ലാ ചർച്ചയിൽ ഒരു നല്ല ഒരു തീരുമാനത്തിലേക്കുണ്ട്. കാണണോ കാണേണ്ടത് മുഖ്യ വിഷയമല്ല എന്ന് വന്നു എങ്കിൽ ഏത് മുതൽ കലണ്ടർ ഉണ്ടാക്കാം? അത് പറ്റുമല്ലേ? ഇനി ശാസ്ത്രീയമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയിൽ നിന്ന് മാറ്റമുള്ള ഒരു പ്രവൃത്തി ഇവിടെ ഉണ്ട്. എന്താ? അത് കണ്ടിട്ടാണ് തീരുമാനിച്ചത് എന്ന് പറയുകയും അതേ സമയത്ത് ആരെങ്കിലും കണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ശാസ്ത്രീയമായി കാണാൻ സാധ്യതയില്ലാത്ത ദിവസമായതുകൊണ്ട് കണ്ടാൽ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞതിന് തള്ളുകയും ചെയ്യുന്ന നിലപാടുണ്ട്. ഇതിന് ഖുർആനും സുന്നത്തും തെളിവ് പറയണം. ഇപ്പൊ നേരത്തെ പലരും പറഞ്ഞല്ലോ, എന്താണ് ഞാൻ വിഷയത്തിൽ തെറ്റിപ്പോയതല്ല, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് അവസാനിപ്പിച്ചതാണ്. പടച്ചതം ഖുർആൻ നേരത്തെ പറഞ്ഞ മാസമാറ്റത്തിന്റെ തുടക്കം പ്രസന്റേജുമാണെന്ന് കേരള ജമീയത്തുലമയും ആ സമയത്തിൽ നിന്നുമാണെന്ന് ഇസ്രായേൽ കമ്മിറ്റി ഓഫ് ഇന്ത്യയും അഭിപ്രായപ്പെടുന്നു എന്നുള്ളതിൽ അടിയിൽ നിബന്ധന അംഗീകരിച്ചുകൊണ്ട് സുപ്രീം സാഹിബ് ഒപ്പുവെച്ചതാണ്. അപ്പൊ അത് ആ രീതിയിൽ പറയുന്നില്ല. അവരുടെ വിഷയം ആസ്ട്രോണമിക്കൽ ന്യൂ മൂൺ ആണെന്നുള്ളത് രണ്ടും ഒന്നാണെന്നാണ് ഞാൻ ചർച്ച അല്ല, ഞാൻ പറഞ്ഞ വിഷയം എന്താന്ന് പറഞ്ഞാൽ ആസ്ട്രോണമിക്കൽ ന്യൂ മൂൺ എന്ന് പറയുന്നത് മാസത്തിന്റെ അവസാന ദിവസമാണ്. കാരണം അപ്പൊ ശ്രദ്ധിക്കാം, ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരൊറ്റ വിഷയത്തിൽ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒരേ ഒരു വിഷയം, ഇവിടെ എതിർപക്ഷത്തിന് ഒന്നാമത്തെ ദിവസം ഏതാണോ അതേ ദിവസം തന്നെ നമുക്ക് ഒന്നാമത്തെ ദിവസം. അവര് ഹിലാലാണ് മാസത്തിന്റെ ആദ്യം എന്ന് പറയുന്നു. പക്ഷെ എന്ത് സംഭവിക്കുന്നു? ആദ്യത്തെ ഹിലാലിനെ കണ്ട് പിറ്റേന്നാണ് എതിർപക്ഷം ദിവസം നോമ്പ് ആരംഭിക്കുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യുന്നു? അന്ന് തന്നെ ആരംഭിച്ച് ഞങ്ങളുടെ നോമ്പ് തുറന്നതിന് ശേഷം ഹിലാൽ ഉണ്ടാവുന്നത് അത് കാണാൻ പറ്റുന്ന രൂപത്തിലാവുന്നു എന്ന് മാത്രം.